നിങ്ങൾ വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവളെ നിങ്ങൾ വെറുക്കരുത്. അവൾക്ക് മറ്റൊരു സ്വഭാവമുണ്ട്, അത് നിന്നെ തൃപ്തിപ്പെടുത്തുന്ന സ്വഭാവമാണ്. ആ സ്വഭാവത്തിനെ നീ താലോലിക്കണം, അതിനെ മനസ്സിലിരുത്തണം, അതിനെ ഹൈലൈറ്റ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം. ഏതൊരു മനുഷ്യനും കുറ്റം കുറവുണ്ടാകും. ഞാൻ അവന്റെ കുറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പം ബാക്കി 3 വിരൽ എൻ്റെ കുറവുകളിലേക്കും കുറ്റങ്ങളിലേക്കുമാണ് ഞാൻ ചൂണ്ടുന്നത്. പക്ഷേ സ്വാർത്ഥനായ മനുഷ്യൻ അത് മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കിയിട്ട് അവരെ അപകീർത്തിപ്പെടുത്തിയിട്ട് അവരെ ജീവിതം നശിക്കുകയാണ്. പ്രിയമുള്ളവരെ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ജീവിതം സന്തോഷകരവും സംതൃപ്തികരവുമാക്കണമെങ്കിൽ മനഃപൂർവമായ ശ്രമങ്ങൾ നടക്കണം. ജീവിതം എന്താണെന്ന് അറിയണം. സ്വപ്നമല്ല ജീവിതം. അഭ്രപാളികളിൽ പ്രത്യക്ഷപ്പെടുന്ന അഭിനേതാക്കൾ കാട്ടിക്കൂട്ടുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം. ജീവിതത്തിന്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ത്യാഗങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയും. ഒരുപക്ഷെ സുഖാഡംബരങ്ങളുടെ പറുദീസയിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ചെറ്റക്കുടിലിരുന്നു കൊണ്ട് സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. നല്ലൊരു മനസ്സുണ്ട് എങ്കിൽ നന്മകളിൽ പരസ്പരം സഹകരിക്കുക. ഇണകൾ, കുടുംബം ജീവിതത്തിന് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാം, മറ്റു സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യാം. അതിൽ ആനന്ദം കണ്ടെത്താം. ഭൗതികമായ സുഖ സൗകര്യങ്ങളിലല്ല ആനന്ദം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ മകൾ ഫാത്തിമ, ആ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് നബി പറയാണ്, പൊന്നുമോളെ, കരളിന്റെ കഷ്ടമേ. നബി അങ്ങനെയാ ഫാത്തിമയെ വിളിച്ചത്. എൻ്റെ കരളിന്റെ കഷ്ടമേ, വാ, അടുത്തേക്ക്, ചാരത്തേക്ക് വാ, ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ്. ആർക്കാണെന്നറിയുമോ? നമ്മുടെ ഈ നാട്ടിലെ സൽഗുണ സമ്പന്നനായ, ഏറ്റവും നല്ല സൽസ്വഭാവിയായ, ധീരനും ജ്ഞാനിയും സ്വഭാവ ഗുണങ്ങളെല്ലാം ഒത്തു സമ്മേളിച്ചവനുമായ അലിയുടെ കയ്യിലേക്കാണ് പൊന്നുമോളെ നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. അലി ഈ നാട്ടിലെ ഏറ്റവും നല്ല ഗുണമുള്ളവനാണ്. പക്ഷേ അലി ദരിദ്രനാണ് കേട്ടോ, നീ അവനെ വിഷമിപ്പിക്കരുത്. ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഫാത്തിമ ഗർഭിണിയായി. ആ സമയത്ത് ഫാത്തിമ ബീവിക്കൊരു താല്പര്യം, കുറച്ച് ഈത്തപ്പഴം കഴിക്കണമെന്ന്. സ്വാഭാവികമായിട്ടും ഗർഭിണികളായ നമ്മുടെ നാട്ടിലെ സഹോദരിമാരൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പുളിയച്ചാർ, അല്ലെങ്കിൽ ഉപ്പിട്ട മാങ്ങ, അല്ലെങ്കിൽ നെല്ലിക്കൊപ്പിട്ടത്, പിന്നെ പച്ചമാങ്ങ, അതൊക്കെ തിന്നാനുള്ള പൂതി സ്വാഭാവികമാണ്. അത് ഗർഭിണികളാക്കുമ്പോൾ ഇതുപോലെ ഫാത്തിമ ബീവിക്ക് ഒരു പൂതി, ഈത്തപ്പഴം കഴിക്കണമെന്ന്. അവർ ഈത്തപ്പഴം മടിച്ച് ദരിദ്രനായ പാവപ്പെട്ടവനാണ് തൻ്റെ ഭർത്താവെന്നറിയാം, മടിച്ച് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം നിറവേറ്റാൻ പോക്കറ്റ് തപ്പി നോക്കി, ചില്ലിക്കാശ് പോലുമില്ല. അദ്ദേഹം വീട്ടിൻ്റെ പടിയിറങ്ങി. ആരുടെ കയ്യിൽ നിന്നൊക്കെയോ കടം വാങ്ങി എന്നൊരു റിവായത്തിൽ, അതല്ല അരപ്പട്ട വിറ്റു എന്ന് മറ്റൊരു റിവായത്തിൽ. അങ്ങനെ പൈസ ഉണ്ടാക്കി ഈത്തപ്പഴം വാങ്ങി ആവേശത്തോടു കൂടി വീട്ടിലേക്ക് വരാണ്. തൻ്റെ പ്രിയപ്പെട്ടപ്പോളെ ഒന്ന് സന്തോഷിപ്പിക്കണം. അവരുടെ ഗർഭമായ സമയത്തുള്ള അവരുടെ മോഹമാണ്, താല്പര്യമാണ്, ആഗ്രഹമാണ്. അതൊന്ന് നിറവേറ്റി കൊടുക്കണം. ആവേശത്തോടു കൂടി അദ്ദേഹം വീട്ടിലേക്ക് തന്നെ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന പ്രിയതമയുടെ അടുക്കലേക്ക് നടന്നു വരുമ്പോണ്ട് പിന്നിൽ നിന്നൊരു വിളി കേൾക്കുന്നത്, അലി നിൽക്കൂ അവിടെ. അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയപ്പോ ഒട്ടിയ വയറുമായി ഒരു പാവപ്പെട്ടവൻ, അലി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വല്ലതും നൽകുമോ എന്ന് ചോദിച്ചപ്പം അലി മറിച്ചൊന്നും ചിന്തിച്ചില്ല. തൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴം എടുത്ത് ആ സഹോദരന് കൊടുത്തു. തിരിച്ചു പോകുമ്പോഴാണ് അലി ആലോചിക്കുന്നത്, ഇനി എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് കൊടുക്കുക? അവളെ സന്തോഷിപ്പിക്കാൻ ശൂന്യമായ കൈകൾ വീശിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവനെയാണ് വാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഫാത്തിമ ബീവി കാണുന്നത്. ഫാത്തിമ ബീവിയുടെ മുഖം വിവർണമായില്ല, ദേഷ്യപ്പെട്ടില്ല, എന്തിനിങ്ങനെ വരുന്നു എന്ന് ചോദിച്ചില്ല. വീട്ടിലേക്ക് കയറി വന്ന ഭർത്താവിനെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചിരുത്തി നമ്രശിരസ്കനായി അലി റളിയല്ലാഹു അൻഹു പറയാണ്, മോളെ ഫാത്തിമ, ഞാൻ നിനക്ക് ഈത്തപ്പഴം വാങ്ങിയിരുന്നു, പക്ഷേ അത് കൊടുക്കാൻ ഒരു പാവപ്പെട്ടവനിങ്ങനെ യാചിച്ചപ്പം അവർക്ക് കൊടുത്തു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി പറഞ്ഞെന്താ അറിയോ?
അലി, നിങ്ങൾ വിഷമിക്കണ്ട. ആ ഈത്തപ്പഴം ഞാൻ കഴിക്കുകയാണെങ്കിൽ ഒരല്പനിമിഷത്തെ സന്തോഷമേ എനിക്കുണ്ടാവുള്ളൂ. പക്ഷേ ജീവിതകാലം മുഴുവനും ഓർക്കാൻ പറ്റുന്ന വലിയൊരു പുണ്യകർമ്മമാണ് താങ്കൾ ചെയ്തത്. അതെ, ഇന്നീ സദസ്സിൽ പോലും നാം ഓർക്കുന്നു അലിയെയും ഫാത്തിമയെയും ഈ ഒരു സംഭവത്തിന്റെ പേരിലെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫാത്തിമ എന്ന പക്വമതിയും ബുദ്ധിമതിയുമായ പുണ്യനബിയുടെ പ്രിയപ്പെട്ട പുത്രി പറഞ്ഞ വാക്കുകൾ എത്ര അന്വർത്ഥമാണ്. അലി, താങ്കൾ ഈ ചെയ്ത പ്രവർത്തനം ജീവിതകാലം മുഴുവനും നമുക്ക് ഓർത്ത് സന്തോഷിക്കാനുള്ളതാണ്. മാത്രവുമല്ല, നാളെ ആഖിറത്തിൽ പടച്ച തമ്പുരാൻ താങ്കൾക്ക് പ്രതിഫലം വാരിക്കോരിത്തരുമ്പോൾ അതിന്റെ പേരിൽ ഈ ഫാത്തിമക്ക് സന്തോഷിക്കാമല്ലോ. അൽഹംദുലില്ലാ, ലക്കൽ ഹംദു വലക്കൽ ശുക്റു യാ അല്ലാഹ്. ഇതുപോലെ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് നൽകിയ പടച്ചവനെ നിനക്ക് സർവസ്തുതിയും. ഇതിനപ്പുറം ഒരു ഭർത്താവിന്റെ മനസ്സ് സന്തോഷിക്കാൻ വേറെന്തുവാണ് സഹോദരി സഹോദര? നമ്മൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മളെ പെണ്ണിനോട് അല്ലെങ്കിൽ പെണ്ണ് ആണിനോട്, അള്ളാഹുവെ പടച്ചവനെ നിങ്ങളെപ്പോലുള്ള ഒരു ഭർത്താവിന് അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള ഒരു ഭാര്യയെ എനിക്ക് നൽകിയ റബ്ബ്, ആ റബ്ബിനാണ് സർവസ്തുതിയും എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഫാത്തിമ അലി ദമ്പതികളുടെ മാതൃക ജീവിതത്തിൽ പിൻപറ്റുക. ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി എൻ്റെ സഹോദരന്മാരെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് ഈമാൻ ഏറ്റവും സമ്പൂർണമായവർ അഹ്സനുഹും ഖുലുഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവികളാണ്. ഖിയാറത്തും വഖിയാറത്തും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും ഉത്തമമായ സൽസ്വഭാവത്തോടു കൂടി പെരുമാറുന്നവരാണ്. എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഒന്നുകൂടി ഓർക്കണം ഇങ്ങോട്ട്. ഖിയാറത്തും ഖിയാറത്തും ലിനിസാഇഹിം, നിങ്ങളിൽ ഉത്തമന്മാർ നിങ്ങളുടെ ഇണകളോട്, ഭാര്യമാരോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ, ഏറ്റവും നല്ല സൗമ്യമായി, ഏറ്റവും നല്ല റിഫ്ഖോടുകൂടി, ഏറ്റവും നല്ല മവദ്ദത്തോടുകൂടി, സ്നേഹത്തോടെ, അനുരാഗത്തോടെ, ഏറ്റവും നല്ല റഹ്മത്തോടെ, കരുണയോടുകൂടി പെരുമാറുന്നവരാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്നറിയുമോ? ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് നിങ്ങളുടെ മുഖം തേച്ചു മിനുക്കി സൗന്ദര്യം പ്രകടിപ്പിക്കലല്ല ഒരു പുരുഷന്റെ മനസ്സിനെ അലങ്കൃതമാക്കുന്ന, ആകർഷിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അനുസരണമാണ്. അനുസരണമാണ്. ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചത് ആരുടെ കൂടെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂൽ തന്നെയാണ് പഠിപ്പിച്ചത്, ഒരു ഭർത്താവിന്റെ തൃപ്തിയോടുകൂടി ഒരു ഭാര്യ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവർ നാളെ സ്വർഗത്തിലാണ്. ഒരു ഭർത്താവിന്റെ തൃപ്തിയോടുകൂടി ഒരു ഭാര്യ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവൾ സ്വർഗത്തിലാണ്. കുറിച്ചു വെക്കുക, അടിവരയിട്ട് വെക്കുക ഹൃദയത്തിന്റെ ഭിത്തിയിൽ ഈ പരിശുദ്ധ പ്രവാചകന്റെ വചനങ്ങൾ. അള്ളാഹു സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ നമുക്കും ഈ പ്രതിശ്രുത വധൂവരന്മാർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പലരും സംഗമിച്ചവരുണ്ട്. രോഗത്തിൻ്റെയും മറ്റൊക്കെ പ്രയാസം കൊണ്ട് ആണെങ്കിലും സംബന്ധിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദിയെ പോലെയുള്ളവർ, അവർ ഒരുപാട് പൗരപ്രമുഖരായ ആളുകൾ, സാമൂഹിക മത സാംസ്കാരിക മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ, കുടുംബങ്ങളൊക്കെ പലരും രോഗം കൊണ്ടും മറ്റൊക്കെ പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും, നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർക്കും എല്ലാവർക്കും, സഹോദരി സഹോദരന്മാർക്കും ഒക്കെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമ്മലാജിയുടെ പ്രിയ പത്നിയെ പോലെയുള്ളവർ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് യാത്ര ചെയ്തവരാണ്. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സന്തോഷത്തിലും സംതൃപ്തികരവുമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുക. അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.